നമുക്ക് പണ്ട് മുതലേ ഒരു സംശയമാണ് കോഴിയാണോ അതോ മുട്ടയാണോ ആദ്യം ഉണ്ടായത് എന്ന്. ഇതിന് രസകരമായിട്ടുള്ള പല ഉത്തരങ്ങളും നമ്മൾ പറയാറുണ്ടെങ്കിലും അവയൊക്കെ മറ്റൊരു ചോദ്യമായിട്ട് തിരിച്ചു വരികയാണ് ചെയ്യാറുള്ളത്. ഉദാഹരണത്തിന് കോഴിയാണ് ആദ്യം ഉണ്ടായതെന്ന് പറഞ്ഞാൽ മുട്ടയില്ലാതെ കോഴി ഉണ്ടാകില്ല എന്നും, മുട്ടയാണ് ആദ്യം ഉണ്ടായതെന്ന് പറഞ്ഞാൽ കോഴിയില്ലാതെ മുട്ടയും ഉണ്ടാകില്ല എന്നും പറയാറുണ്ട്. ഈ ഒരു ഭാഗത്തോടു കൂടി ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടാതെ ഇത് അവസാനിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യം പറഞ്ഞ കോഴിയാണോ മുട്ടയാണോ അതോ ആദ്യം ഉണ്ടായത് എന്ന ഈ ഒരു ധാരണ ഇത് പൂർണ്ണമായും തെറ്റാണ്. കാരണം കോഴിയുമല്ല മുട്ടയുമല്ല ആദ്യം ഉണ്ടായത്. കോഴി മറ്റൊരു പക്ഷിയിൽ നിന്നും പരിണമിച്ച് ഉണ്ടായതാണ്. കോഴിക്ക് മുമ്പ് പൂർവികരായി മറ്റു ചില പക്ഷികൾ കൂടി ഉണ്ടായിരുന്നു. ഈ ഒരു പക്ഷികളിട്ട മുട്ടയിലുണ്ടായ ജനിതക മാറ്റമാണ് കോഴികളെ ഉണ്ടാക്കിയത്. അത് നേരിട്ട് കോഴികളെ ഉണ്ടാക്കിയെന്നല്ല, മറിച്ച് വർഷങ്ങളായി ഈ ജീവികൾ മറ്റു പല ജീവികളുമായി ഇണചേരുകയും മുട്ടയിടുകയും ചെയ്തതോടെ ഇവരുടെ പൂർവികരിൽ നിന്നും വ്യത്യസ്തമായ ഒരു രൂപം ഇവർ കൈവരിക്കുകയാണ് ഉണ്ടായത്. ഇത് ഇന്ന് കാണുന്ന കോഴികളുമായി സാമ്യമുള്ള ഒരു രൂപമാണെന്ന് വേണമെങ്കിൽ പറയാം. അവർ വീണ്ടും ഇതുപോലെ മുട്ടയിട്ടും പരിണമിച്ചിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു കോഴികളെല്ലാം ഉണ്ടായത്. അപ്പോൾ ഇതിനൊരു ഉദാഹരണം പറയണമെങ്കിൽ നമ്മൾ ഇന്ന് ഇറച്ചിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഇറച്ചിക്കോഴിയുടെ കാര്യം തന്നെ എടുക്കാം. ഇറച്ചിക്ക് ഉപയോഗിക്കുന്ന വെള്ളക്കോഴികൾ തനിയെ പരിണമിച്ച് ഉണ്ടായതല്ല. ഇതിൻ്റെ പിന്നിൽ മനുഷ്യൻ്റെ തിരിച്ചറിവും കഴിവും ഒരുപാടുണ്ട്. സാധാരണയായി ഈ ലോകത്ത് മിക്ക കോഴികളുടെയും നിറം എന്ന് പറയുന്നത് തവിട്ട് നിറം, ചുവപ്പ് നിറം അല്ലെങ്കിൽ കറുപ്പ് നിറമാണ്. അതുകൊണ്ട് തന്നെ ഇവയുടെ തൂവലുകൾ നീക്കം ചെയ്ത് മാംസമാക്കി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മാംസത്തിന് തൂവലുമായി സാദൃശ്യമുള്ള പാടുകൾ ഉണ്ടാകുമായിരുന്നു. പക്ഷേ വെളുത്ത കോഴികൾക്ക് ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കൂടാതെ കാര്യക്ഷമമായ വളർച്ചയും കാരണം മനുഷ്യൻ മാംസത്തിനായി ഈ ഒരു കോഴിയെ തിരഞ്ഞെടുക്കുകയായിരുന്നു. എന്നാൽ വളരെ അപൂർവമായി ചില ജനിതക മാറ്റങ്ങൾ ഉണ്ടെങ്കിലേ ഈ കോഴികൾക്ക് വെള്ള നിറം ഉണ്ടാകുമായിരുന്നുള്ളൂ. ഈ സാധ്യത മനസ്സിലാക്കിയ മനുഷ്യൻ വെള്ളക്കോഴികളെ മാത്രം തിരഞ്ഞെടുത്ത് അവയെ ഇണചേർക്കാൻ തുടങ്ങി. ഇതിനെ സെലക്റ്റീവ് ബ്രീഡിംഗ് എന്നാണ് പറയാറുള്ളത്. തലമുറകളോളം ഇത് തുടർന്നു വന്നപ്പോൾ വെളുത്ത തൂവലുള്ള കോഴികളുടെ എണ്ണം കൂട്ടുകയും ഈ ഒരു സംഭവം സ്ഥിരമായി മാറുകയും ചെയ്തു. ഇതാണ് നമ്മൾ ഇന്ന് കാണുന്ന വെള്ളക്കോഴികൾ. അപ്പോൾ ഈ ഒരു വെള്ളക്കോഴിയുടെ കാര്യം ഞാൻ എടുത്തു പറഞ്ഞത് കോഴികളുടെ പരിണാമത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളക്കോഴികൾ പരിണമിച്ച് ഉണ്ടായതുപോലെയാണ് മൊത്തം കോഴികളും പരിണമിച്ച് ഉണ്ടായത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഗൈസ്.